കാക്കോട് ചെറുശ്ശേരി ഗ്രാമത്തിലെ നവപുരം മതാതീത ദേവാലയത്തിൽ മഹോത്സവം ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെയുള്ള തീയതികളിൽ നടക്കും. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ഗ്രന്ഥപ്രതിഷ്ഠയുള്ള ഏക ദേവാലയമെന്ന് ഖ്യാതി കേട്ട കക്കോട് ചെറുശ്ശേരി ഗ്രാമത്തിലെ നവപുരം മതാതീത ദേവാലയത്തിൽ ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെയുള്ള 8 ദിവസങ്ങളിൽ വിവിധങ്ങളായ കലാപരിപാടികൾ ഉൾക്കൊള്ളിച്ചാണ് മഹോത്സവം ആഘോഷിക്കുന്നത്. പുസ്തകപ്രതിഷ്ഠ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ദേവാലയത്തിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് ദേവാലയ സ്ഥാപകനും ദാർശനികനുമായ പ്രാപ്പൂയിൽ നാരായണ മാസ്റ്റർ പറഞ്ഞു. ഇപ്പോൾ നവപുരം ദേവാലയവുമായും ഇതിൻ്റെ ദർശനം പ്രചരിപ്പിക്കാൻ ആരംഭിച്ച ഭാരത കലാസാഹിത്യ സഭയുമായും ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സിറ്റി ചാനലുമായി പങ്കുവയ്ക്കുകയാണ്. നവപുരം മതാതീത ദേവാലയത്തിൽ ഈ മാസം 25 മുതൽ ഈ വരുന്ന ശനിയാഴ്ച മുതൽ ഉത്സവം ആരംഭിക്കുകയാണ്. എല്ലാ വർഷവും 9 ദിവസങ്ങളിലായിട്ടാണ് പ്രധാന വാർഷികോത്സവം നടക്കുന്നത്. 2 തവണയാണ് ഇവിടെ ഉത്സവം ഉള്ളത്. ഒന്ന് വിദ്യാരംഭത്തിന് 3 ദിവസവും, പിന്നെ ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ 9 ദിവസവുമാണ് ഉത്സവം നടക്കുക. ഈ സാധാരണ ഉത്സവങ്ങൾ പോലെ തന്നെ ഈ വർഷത്തെ ഉത്സവത്തിനും വിവിധങ്ങളായ പരിപാടികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 25-ാം തീയതിയാണ് തുടക്കം. അന്ന് ഒരു സാഹിത്യ സഭ ഇവിടെ ഉണ്ട്. അതേപോലെ നിണബലി എന്ന് പറയുന്ന വളരെ പഴയ ഒരു നാട്ടാചാരത്തിൻ്റെ നാടൻ കലയുടെ അവതരണം ഉണ്ട്. അതൊരു അനുഷ്ഠാന കല കൂടിയാണ്. അതിൻ്റെ എല്ലാ അനുഷ്ഠാന രീതികളും അവലംബിച്ച് തന്നെ അത് ജനങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അവതരണം ഇവിടെ നടക്കുന്നത്. ഒപ്പം അതിനെക്കുറിച്ചുള്ള പഠനവുമുണ്ട്. 26-ാം തീയതി വിവിധ ഭാഷകളിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ നവപുരത്തിൽ സംഗമിക്കുന്നു. ബഹുഭാഷാ കവിസംഗമം നടക്കുന്നു. അതേപോലെ തന്നെ നവപുരം ദ്രാവിഡ ഭാഷാ പുരസ്കാരം നേടിയ ഹരീഷ് ഉദ്ദംപേട്ട് എന്നയാൾക്കും അദ്ദേഹം കന്നഡയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. മലയാളത്തിൽ ഡോക്ടർ ആര്യ ഗോപിക്കും പുരസ്കാരം സമ്മാനിക്കുന്നതും 26-ാം തീയതിയാണ്. വളരെ പ്രധാനപ്പെട്ട സാഹിത്യ ചർച്ചകളെന്ന് നടക്കും. ക്ഷേത്രത്തിലേക്കുള്ള ഗ്രന്ഥം നിറ എന്ന പരിപാടിയും 26-ാം തീയതി അതിൻ്റെ അനുബന്ധമായിട്ട് നടക്കും. മെയ് 2-ാം തീയതി കേരളത്തിലെ പ്രസിദ്ധനായ നർത്തകൻ മനോജ് കല്യാടിൻ്റെ നേതൃത്വത്തിൽ നൃത്തസന്ധ്യ ഉണ്ട്. അദ്ദേഹത്തിന് വിദേശങ്ങളിലടക്കം ഏകദേശം 5000-ഓളം വളരെ അറിയപ്പെടുന്ന ശിക്ഷഗണങ്ങളുള്ള കേരളത്തിലെ ശ്രദ്ധേയനായ നർത്തകനാണ് മനോജ് കല്യാട്. അദ്ദേഹവും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയുണ്ട്. അതേ ദിവസം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഗീതത്തിൽ റാങ്കോടുകൂടി സംഗീതം പാസ്സായി സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സവിത പയ്യന്നൂരിൻ്റെ നേതൃത്വത്തിൽ സംഗീതാർച്ചനയുണ്ട്. ക്ലാസിക്കൽ സംഗീത അവതരണമുണ്ട്. അപ്പോൾ ഭാരത കലാസാഹിത്യ സഭ എന്നതിന് പകരം നവപുരം കലാസാഹിത്യ സഭ എന്ന് ആ സംഘടനയ്ക്കിടെ പേര് പുനർനാമകരണം ചെയ്യാൻ ഇന്നലെ ചേർന്ന നവപുരം ഭാരത കലാസാഹിത്യ സഭയുടെ, ഇതുവരെ അങ്ങനെ ആയിരുന്നല്ലോ, അതിൻ്റെ ഇൻ്റർനാഷണൽ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലും അതിൻ്റെ ചെറിയ യൂണിറ്റുകൾ, വളരെ കുറച്ച് ആളുകൾ വീതമുള്ള യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 25-ന് ശനിയാഴ്ച വൈകുന്നേരം കുടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ആഘോഷത്തിൽ പഴയകാല നാടൻ അനുഷ്ഠാന കലയുടെ അവതരണം, 26-ന് പുസ്തക സമർപ്പണം, ബഹുഭാഷാ കവി സമ്മേളനം, ടാഗോർ ചുമർശില്പത്തിൻ്റെ അനാച്ഛാദനം, 27, 28, 29 തീയതികളിൽ കാവ്യാർച്ചന, പുസ്തക സമർപ്പണം, 30-ന് പ്രസിദ്ധ നാടൻ കലാഗ്രൂപ്പുകളുടെ നാട്ടരങ്ങ് പാട്ട്, വാടി സജിയുടെ ഏകപാത്ര നാടകം, മെയ് 1-ന് മൾട്ടി വിൽക്കലാമേള, മെയ് 2-ന് നൃത്തസന്ധ്യ, ശാസ്ത്രീയ സംഗീത നിശ, സെമിനാറുകൾ, മെയ് 3-ന് പുസ്തക സംവാദം എന്നിവയും നടക്കും. വിജ്ഞാനത്തിനും സാഹിത്യ സംവാദങ്ങൾക്കും കലാസാംസ്കാരിക പരിപാടികൾക്കും പ്രാധാന്യം നൽകുന്ന മതാതീത ദേവാലയം ഇതിനകം തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞതായി ടി നിഷാകുമാരി പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്ക് സമീപം പ്രാപ്പോയിൽ കക്കോട് കിഴക്കേക്കരയിലെ ചെറുശ്ശേരി ഗ്രാമത്തിലാണ് നവപുരം മതാതീത ദേവാലയം. ലോകത്തിലെ തന്നെ ഗ്രന്ഥപ്രതിഷ്ഠയുള്ള അപൂർവമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് നവപുരം മതാതീത ദേവാലയം. ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിലായാണ് ഇവിടെ വിവിധ കലാസാംസ്കാരിക പരിപാടികളോട് കൂടിയുള്ള മഹോത്സവം നടക്കുന്നത്.
പുസ്തകങ്ങളെ പ്രതിഷ്ഠയാക്കിയ ലോകത്തിലെ തന്നെ അപൂർവമായ ആരാധനാലയമാണ് ഇത്. വിജ്ഞാനമാണ് ദൈവം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് ഈ ദേവാലയം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.